ആത്മീയ ജീവിതത്തെ ഓട്ടക്കളമായും പടക്കളമായും ബൈബിൾ വർണ്ണിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം വായിച്ചു വരുമ്പോൾ ആത്മീയ ജീവിതത്തെ മുന്തിരിവള്ളിയോട് ഉപമിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യൻ മുന്തിരിവള്ളി നട്ടു, ഫലമുണ്ടാകുമെന്ന പ്രത്യാശയിൽ നട്ടു. ഫലമില്ലാത്തത് കൊണ്ട് അതിനെ വെട്ടിക്കളഞ്ഞു എന്നൊക്കെ വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യം, ഫലം കായ്ക്കേണ്ടതിന്, അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ നമ്മളെ ചെത്തി വെടിപ്പാക്കും. തമ്പുരാൻ നമ്മളെ ചെത്തുന്നുണ്ടെങ്കിൽ ഫലമില്ലാത്തതുകൊണ്ടല്ല, ഈ പ്രാപിച്ചത് പോരാത്തത് കൊണ്ടാണ്. അധികം പ്രാപിപ്പാൻ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അധികം പ്രാപിപ്പാൻ ചില പ്രതിസന്ധി വന്നപ്പോൾ, ചില ഞെരുക്കങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ, ചില ശോധനകൾ ജീവിതത്തിൽ വന്നപ്പോൾ, ചില പോരാട്ടങ്ങൾ, രോഗങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മൾ ചോദിച്ചില്ല, ദൈവമേ എനിക്ക് മാത്രമേ എന്താപ്പാ ഇത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ എന്താപ്പാ അത്, എൻ്റെ കുടുംബത്തിൽ മാത്രം, എൻ്റെ ജോലിയിൽ, എൻ്റെ ബിസിനസ്സിൽ മാത്രം എന്തിനാപ്പാ ഇത്രയും പ്രതിസന്ധി ഉണ്ടായെന്ന് ചോദിച്ചില്ലേ? ആത്മാവ് പറയുന്ന പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കാനല്ല, നിങ്ങൾ അധികം ഫലം കായ്ക്കാനാണ്. ചില പ്രശ്നങ്ങൾക്കകത്തൂടെ, ചില പോരാട്ടങ്ങൾക്കകത്തൂടെ നടന്നു പോകുന്നത് നമ്മൾ അധികം ഫലം കായ്ക്കാനാണ്. യോസഫ് പൊട്ടക്കുഴിക്കകത്തകപ്പെട്ടു പോയതും, അടിമച്ചന്തയ്ക്കകത്ത് വന്നുപോയതും, പൊത്തിബേന്റെ ഭവനത്തിൽ വന്നു കയറിയതും തൻ്റെ ജീവിതത്തെ തകർക്കാനല്ല, ഒരു വലിയ മാന്യതയ്ക്കകത്തേക്ക് പോകാനാണ്. ആർക്കും ലഭിക്കാത്തൊരു മാന്യമായ ഇരിപ്പിടം ലഭിക്കാനാണ്. ചില പ്രശ്നങ്ങൾ നിന്നെ തകർക്കാനല്ല, നിന്നെ ഉയർത്താനാണ്. ആ രോഗം നിന്നെ തകർക്കാനല്ല, നിന്നെ ഉയർത്താനാണ്. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.